എവ്രിവൺ, എൻ്റെ പേര് ദീപക് കൃഷ്ണ. ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് പെർസെൻറ്റേജസിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു എക്സാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളിപ്പം SSC ആവാം, റെയിൽവേ ആവാം, ബാങ്ക് ആവാം, ഇല്ലെങ്കിൽ UPSC CSAT-നുള്ളതാവാം. ഇപ്പോൾ എക്സാം ഏതായാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് സിലബസ് എന്ന് പറയുന്ന എല്ലാ എക്സാംസിനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ടോപ്പിക്ക് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസം വരുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ പാറ്റേണിലായിരിക്കും ഓരോ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത് PYQs സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്സിൻ്റെയും കോർ കൺസെപ്റ്റ് മനസ്സിലാക്കുക. കാരണം കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ എക്സാം ഏതോ ആയാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാനിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് SSC RRB റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പെർസെൻറ്റേജസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ പെർസെൻറ്റേജസിൽ നമ്മൾ ഫ്രം ദ ബേസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് അല്ല, ഇതിപ്പോൾ ഞാൻ പെർസെൻറ്റേജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഓരോ പാർട്ട് വൈസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക്സ് ആയിരിക്കും. കാരണം ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾക്ക് പോലും ഈ ടോപ്പിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ റാൻഡമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മിക്സഡ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫ്രം ദ ബേസിൽ നിന്ന് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് ബേസിക്സ് ആയിരിക്കും. വളരെ ബേസ്, ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾക്ക് പോലും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം മിക്സഡ് ഫ്രാക്ഷൻ. കാരണം ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന മൊത്തം ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യും, പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പെർസെൻറ്റേജ് കാണുമ്പോൾ ഉടനെ തന്നെ അതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ടാക്കും. എന്നിട്ടായിരിക്കും നമ്മളത് സോൾവ് ചെയ്യുന്നത്. ഇപ്പം ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആ ഒരു ടോപ്പിക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ഫ്രാക്ഷനിലോട്ട് ആക്കിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ പെർസെൻറ്റേജ് ടോപ്പിക് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ ടോപ്പിക്കാണ്. ഇപ്പം അരിത്തമെറ്റിക് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടോപ്പിക് എടുത്താലും, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, DI, അപ്പോൾ ഇതിലെല്ലാത്തിലും ബേസ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇത് രണ്ടുമാണ് അരിത്തമെറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാണ്ട് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് വേറെ ടോപ്പിക്സ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇസ് മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ എന്താണെന്ന് ആദ്യം അറിയാം. ഇപ്പോൾ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫ്രാക്ഷൻ 7/2. 7/2 എന്ന് പറയുമ്പോൾ ഈ 7 എന്ന് പറയുന്നത് ഇത് ന്യൂമറേറ്റർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. താഴെ ഈ 2 എന്ന് പറയുന്നതായിരിക്കും ഡിനോമിനേറ്റർ. ഓക്കെ, ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കണമെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2 / 7. അപ്പോൾ എത്ര വരും? 3 × 6 റിമൈൻഡർ 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷനിൽ 3/1/2 എന്ന് എഴുതാം. ഓക്കെ, 3/1/2. ഇനിയിപ്പോൾ ഈ 3/1/2 തിരിച്ച് ഇതിലോട്ടാക്കണമെങ്കിൽ 2 × 3 6, 6 + 1 7. സോ 7/2. ഇതാണ് അതിൻ്റെ ഒരു വേ. ഓക്കെ, ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3/1/2 എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, 3 + 1/2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത്. ഒരു മിക്സഡ് ഫ്രാക്ഷൻ 3/1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2. അല്ലെങ്കിൽ ഇപ്പം 5/1/3, ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഇതിൻ്റെ പ്രോപ്പറായിട്ട് എഴുതുകയാണെങ്കിൽ 5 × 3 15, 15 + 1 16/3 എന്ന് എഴുതാം. ഓക്കെ, ഈ 5/1/3 നമുക്ക് എങ്ങനെ എഴുതാം? 5 + 1/3 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. അതായത് ഈ 5/1/3 5 + 1/3 സെയിം ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാം 6 14/4. ഈ 6 14/4 നമുക്ക് ഈ 4ഉം 14ഉം ക്യാൻസൽ ചെയ്യാം. ഇതെത്രയാണ്? 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 2. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് നമുക്ക് എഴുതാം? 6 7/2 എന്ന് എഴുതാം. ഓക്കെ, 6 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 6 + 7/2 ആണ്, അല്ലേ? ഇനി 6 + 7/2 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തു. 7/2 എന്ന് പറഞ്ഞാൽ 3/1/2 ആണ്. അപ്പോൾ 7/2 നമ്മൾ 3/1/2 എന്ന് എഴുതാം. ഓക്കെ, 3/1/2. ഓക്കെ അല്ലേ?
ഇനി 6 പ്ലസ് ഈ 3 1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 ആണ്. അപ്പോൾ ഈ 6 + 3 എത്രയാണ്? 9. സോ 9 + 1/2. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 1/2 എന്ന് എഴുതാം. ഓക്കെ, 9 1/2. അതായത് ഇങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക, അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ പോണില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസ് ആയിട്ടൊരു സംഭവമാണ്. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിയണം. ഓക്കെ, അതേപോലെ നമുക്കിപ്പം 10 29/3. അപ്പോൾ ഈ 29/3 എന്ന് പറഞ്ഞാൽ നമുക്കത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 29/3 എത്ര ടൈംസ് പോകും? 9 ടൈംസ്. 27 റിമൈൻഡർ 2. അപ്പോൾ ഇതെന്തായി? 9 2/3 എന്ന് എഴുതാം. ഓക്കെ, 9 2/3. അപ്പോൾ ഇവിടെ എന്തായി? 10 + 29/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 2/3. അപ്പോൾ നമുക്ക് ഈ 10 9 കൂടെ കൂട്ടാം. 10 9 കൂടെ കൂട്ടിയാൽ 19. സോ ഇറ്റ് ഈസ് 19 2/3. ഓക്കെ, ഇതറിയാം. ഇനി 1 - 3/4. ഓക്കെ, ഈ 1 - 3/4 അല്ലെങ്കിൽ 1 + 3/4 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിന് നമ്മൾ LCM എടുക്കുക എന്നാണ്. അതായത് ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 4. ഇതാണ് നോർമൽ മെത്തേഡ്. 4 - 3 / 4. അതായത് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. -3 / 4. അപ്പോൾ ഇത് എത്രയായി? 4 - 3 എന്ന് പറഞ്ഞാൽ 1. സോ 1/4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് ചെയ്യണമെങ്കിൽ ഈ 1 മൈനസ് ആണെങ്കിൽ നിങ്ങൾ ഇവർ രണ്ടുപേരെ നോക്കുക. ഏതൊക്കെയാണ്? 4ഉം 3ഉം ആണ്. ഇവരുടെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 4ഉം 3ഉം ആകുമ്പോഴത്തേക്കും 4 - 3 ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 മുകളിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാണോ അത് അതുപോലെ എഴുതുക. 1/4. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ 1 - 7/9. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവരുടെ ഡിഫറൻസ് നോക്കാം. 9ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 9 - 7. ഓക്കെ, ഡിവൈഡഡ് ബൈ എപ്പോഴും ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, ഇതേ രീതി തന്നെ ആയിരിക്കും നമുക്ക് പ്ലസ് വന്നാലും യൂസ് ചെയ്യേണ്ടത്. പ്ലസ് വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യനിൽ നമുക്ക് 1 + 3/4 ആണെങ്കിൽ എങ്ങനെ വരും? ഇപ്പോൾ 1 + 3/4 അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. 4 + 3 എത്രയാണ്? 7. ഡിനോമിനേറ്റർ എന്ത് വരും? 4. ഇനിയിപ്പം 1 + 7/9 ഇതാണെങ്കിൽ എങ്ങനെ വരും? 7 + 9 ആഡ് ചെയ്യുക. എത്രയാണ്? 16. സോ 16 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അപ്പോൾ 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് വന്നാൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതേപോലെ 1 - 13/9 ഡിഫറൻസ് നോക്കുക. 13ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 6. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 19. ഓക്കെ, ഇനിയിപ്പം ചെറിയ നമ്പർ ആണെങ്കിൽ ഇപ്പം തിരിച്ചാണെന്ന് വെച്ചോ, 1 - 19/13 എന്ന് വെച്ചോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ അങ്ങനെ വേണം ചെയ്യേണ്ടത്. കാരണം നമ്മളിത് LCM എടുക്കുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 - 19 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 13 - 19 എന്ന് പറഞ്ഞാൽ -6 ആണ്. സോ -6 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, ഡിഫറൻസ് റെഡി അല്ലേ? ഇനിയിപ്പോൾ 4 - 1/5. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5 × 4 20. 20 - 1 എത്രയാണ്? 90. 19/5 അങ്ങനെ എഴുതും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ 4നെ ഒന്ന് മാറ്റുകയാണ്. 4 എന്ന് പറയുന്നതിന് ഞാൻ 3 + 1 എന്ന് എഴുതി. -1/5. അപ്പോൾ നമുക്കിതാ ഇത്രയും ആളെ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? ദാറ്റ് ഈസ് 3 + 1 - 1/5. 5ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4. സോ ഇറ്റ് ഈസ് 4/5. അപ്പോൾ ഇത് ശരിക്കും എത്രയാണ്? 3 4/5 ആണ്. ഓക്കെ, 3 4/5 എന്ന് പറഞ്ഞാൽ 5 × 3 15. 15 + 4 19. 19/5. ഓക്കെ, അപ്പോൾ 3 4/5 ആയിരിക്കും. ഇനിയിപ്പം 18 - 8/9. ഓക്കെ, 18 - 8/9 ആകുമ്പോൾ ഈ 18നെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. 17 + 1 എന്ന് എഴുതാം. 17 + 1 -8/9. ഇനി ഇതാ നോക്കിയേ, ഈ 1 - 8/9 നമുക്ക് മാറ്റാം. എങ്ങനെ വരാം? 17 + 8/9 ആണ് ഡിഫറൻസ് ആണ് നോക്കാണ്ട്. സോ 9ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. സോ 1/9. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 17 1/9. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് വന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. പെർസെൻറ്റേജസ്.
പെർസെൻറ്റേജസ് ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് ഒരു ഫ്രാക്ഷൻ, ഓക്കെ, ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇൻറ്റു 100. ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഇനി തിരിച്ചാണെങ്കിൽ ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സോ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്യുക, പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഇപ്പം പെർസെൻറ്റേജിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു എക്സാം നടത്തി, ക്ലാസ്സിലൊരു എക്സാം നടത്തി. ഓക്കെ, എക്സാം നടത്തിയപ്പോഴത്തേക്ക് 50-ലാണ് എക്സാം നടത്തിയെന്ന് വെക്കുക. ഓക്കെ, ഔട്ട് ഓഫ് 50. ഔട്ട് ഓഫ് 50-ൽ നമുക്കൊരു എത്ര മാർക്ക് കിട്ടാം? നമുക്ക് ഭയങ്കര പഠിപ്പിച്ചിട്ടും ആവേണ്ട, തീരെ മോശമാവേണ്ട, നമുക്കൊരു ആവറേജിൽ പിടിക്കാം. ആവറേജ് ആയിട്ടൊരു 35 മാർക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ആവറേജ് സ്റ്റുഡൻസ്. ഓക്കെ, സോ 35 ഔട്ട് ഓഫ് 50 കിട്ടി. ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്, 35/50. അപ്പോൾ ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? പെർസെൻറ്റേജ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50യും 100ഉം എത്ര ടൈംസ് പോവും? 2 പ്രാവശ്യം. 35 ഇൻറ്റു 2 എത്രയാണ്? 70. സോ 70%. ഓക്കെ, ഇതിൻ്റെ മീനിങ് 50-ലൊരു എക്സാം നടത്തിയപ്പോൾ 35 മാർക്ക് കിട്ടി. ആ എക്സാം 100-ലാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും? 100-ലായിരുന്നെങ്കിൽ എത്ര മാർക്കായിരുന്നു? 70. അതായത് നമ്മൾ ടോട്ടലിനെ ഔട്ട് ഓഫ് 100-ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് 70%. ഇനിയിപ്പം മാർക്ക് ഇപ്പം എക്സാം നടന്നത് ഔട്ട് ഓഫ് 25-ലാണെന്ന് വെക്കുക. 25-ലാണ് എക്സാം നടന്നത്. അതിൽ നമുക്ക് മാർക്ക് കിട്ടി 20 മാർക്ക് കിട്ടി. നമ്മൾ ആവറേജ് അല്ല, ഇച്ചിരി കൂടെയും പഠിക്കും. ഓക്കെ, കുറച്ചുകൂടെ എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ്, ഭയങ്കര എക്സലൻ്റ് അല്ല, ജസ്റ്റ് ഇച്ചിരി കൂടെ നന്നായിട്ട് പഠിക്കും. 20 മാർക്ക് കിട്ടി. അപ്പോൾ എത്രയായിരിക്കും പെർസെൻറ്റേജ്? അപ്പോൾ ഈ ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ പെർസെൻറ്റേജ് വന്നു. ഓക്കെ, സോ 25 ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 100-ൽ 4 പ്രാവശ്യം. 20 ഇൻറ്റു 4 80. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി? 80%. അപ്പോൾ 25-ൽ 20 മാർക്ക് കിട്ടിയാൽ അതിനർത്ഥം എന്താണ്? 80% മാർക്ക് കിട്ടി. ആ പരീക്ഷ 100-ലായിരുന്നു നടന്നിരുന്നെങ്കിൽ അവൻ 80 മാർക്കായിരുന്നു. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, തിരിച്ചും നമുക്ക് നോക്കാം. ഒരു പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ തിരിച്ചാണെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോ ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ, ഈ ചാർട്ട്, ഈ വാല്യൂസ് എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/2ൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്യുക അല്ലേ? അപ്പോൾ 2ഉം 100ഉം വെട്ടിപ്പോയി എത്രയായി? 50. സോ 1/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 50%. തിരിച്ചു നമുക്ക് പറയാം 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ്? 1/2. ഇനി 1/3 ആണെങ്കിൽ 1/3 ഇൻറ്റു 100. 1/3 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 33 1/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂസൊക്കെ ബൈ ഹാർട്ട് ആയിരിക്കണം. ഇപ്പോൾ ഈ 3/8 എന്ന് പറഞ്ഞാൽ 37.5%, 5/8 എന്ന് പറഞ്ഞാൽ 62.5%, ഇതൊക്കെ സ്ഥിരം വരുന്ന വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഓക്കെ, ഇതും പിന്നെ ഈ ഒരു ചാർട്ടും കൂടെ നമ്മൾ കുറച്ചുകൂടെ ചെയ്ത് ഡെസിമൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പം വേറെ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഇപ്പോൾ ഫ്രാക്ഷൻ 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50%. 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ 0.3, അതിൻ്റെ മേലെ ഒരു ബാർ ഇട്ടിട്ടുണ്ട്, അതിനർത്ഥം റിക്കറിങ് ആണ്, 0.333 എന്നാണ്. ഓക്കെ, അതെത്രയാണ്? 33.333% ആണ്. ഓക്കെ, അതായത് 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% നമ്മൾ പറഞ്ഞു നേരത്തെ. അതേപോലെ ഈ 1/3 എന്ന് പറഞ്ഞാൽ 0.333 ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക്
ഓരോ ഫ്രാക്ഷണൽ വാല്യൂസിൻ്റെ പെർസെൻറ്റേജ് നോക്കാം. ഇപ്പോൾ ഒരു ഫ്രാക്ഷണൽ വാല്യൂ 1 ആണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് സിംപ്ലി 1, ഓക്കെ, 1 മാത്രമേ ഉള്ളൂ. 1 എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രാക്ഷനായിട്ട് എഴുതാം, കാരണം 1 ഡിവൈഡഡ് ബൈ 1. ഇപ്പോൾ വെറുതെ ഒരു നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്രാക്ഷനാണ്. 2 ഡിനോമിനേറ്റർ ശരിക്കും എന്താണ്? ബൈ 1 ആണ്. ഏതൊരു നമ്പർ എടുത്താലും ഇപ്പോൾ 100 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ എടുത്തു, ഡിനോമിനേറ്റർ എന്താണ്? 1. ഇതൊരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100. അപ്പോൾ എത്രയായി? 100. സോ 1ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100%. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 200, കാരണം 2 ഇൻറ്റു 100 ദാറ്റ് ഇസ് 200. അപ്പോൾ 2 എന്ന് പറഞ്ഞ ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് 200%. തിരിച്ചാണെങ്കിൽ 200% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയായിരിക്കും? 2. ഓക്കെ, അപ്പോൾ നമുക്കിതാ 7ൻ്റെ ആണെങ്കിൽ എന്തായിരിക്കും? 700%. 3 ആണെങ്കിലോ 300%. 15 ആണെങ്കിലോ 1500%. ദാറ്റ് ഈസ് 1500%. 19 ആണെങ്കിൽ 1900%. 17 ആണെങ്കിൽ 1700%. 9 ആണെങ്കിൽ 900%. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പം 1 എന്ന് പറയുന്ന ഒരാളുടേത് 100% ആണെങ്കിൽ 1 ഇൻറ്റു, ഇപ്പം 10 ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 10 ചെയ്യുക, 100 ചോദിച്ചാൽ ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 100%ൻ്റെ കൂടെ ഇൻറ്റു 100 ആണ് സംഭവം. അടുത്ത വാല്യൂ നോക്കാം. 1/5. 1/5 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20% എന്ന് കിട്ടും, അല്ലേ? ഇത് വെട്ടിപ്പോവും, 5ഉം 100ഉം 20 ടൈംസ് പോയി, അപ്പോൾ എത്രയാണ്? 20%. സോ 1/5 എന്ന് പറഞ്ഞാൽ 20%. അങ്ങനെയാണെങ്കിൽ 2/5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2/5 എന്ന് പറയുമ്പോൾ ശരിക്കും ഈ 2/5 എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? 2 ഇൻറ്റു 1/5 അതല്ലേ 2/5. അപ്പോൾ ഈ 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ 2 ഇൻറ്റു 20% എന്ന് പറഞ്ഞാൽ 40%. അപ്പോൾ 2/5ൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചാൽ എത്രയായിരിക്കും? 40%. 3/5 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 20%, ദാറ്റ് ഈസ് 60%. 4/5 എന്ന് പറയുമ്പോൾ 80%. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും 3/5 ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. എന്താണ്? 3/5 ഇൻറ്റു 100. അപ്പോൾ എത്രയായി? 5 ഇതും വെട്ടിപ്പോയി, 20 ടൈംസ് 3 ഇൻറ്റു 20 60. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ തിങ്കിങ് എങ്ങനെയായിരിക്കണം? 3/5 വന്നു, 1/5 എന്ന് പറഞ്ഞാൽ 20%. സോ 3 ഇൻറ്റു 20 60%. ഇപ്പോൾ 7/5 എന്ന് പറയുമ്പോഴത്തേക്കും 7 ഇൻറ്റു 2 14 അല്ലേ? 140%. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാം. റെഡി? നെക്സ്റ്റ് ഇതേപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളത്. ബാക്കി ഏത് വന്നാലും ഇങ്ങനെ ആയിരിക്കും. 1/4 എന്ന് പറഞ്ഞാൽ 25%, കാരണം 1/4 ഇൻറ്റു 100 എത്രയാണ്? ദാറ്റ് ഈസ് 25. സോ 25%. അപ്പോൾ 1/4ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 25% ആണ്. അപ്പോൾ 2/4 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്താൽ മതി, അപ്പോൾ എത്ര വരും? 50%. 3/4 ഇൻറ്റു 3 ചെയ്താൽ മതി, അപ്പോൾ എത്ര വരും? 75%. 4/4 എന്ന് പറഞ്ഞാൽ അവിടെ 1 വന്നു. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, ഇൻറ്റു 4 തന്നെ ചെയ്യുക, അതായത് 4 ഇൻറ്റു 25%, അത് എത്രയാണ്? 100%. ശരിക്കും ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? ഇത് 1 ആണ്. ഫ്രാക്ഷൻ വാല്യൂ 1ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100%. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. സോ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, 5/4 ആകുമ്പോൾ ഇൻറ്റു 5 ചെയ്യുക, അതായത് 125%. ഓക്കെ, ഇവിടെയും ആദ്യത്തേലും നമുക്ക് നോക്കാം. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വെട്ടിപ്പോയി എന്താണ്? 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. റെഡി? ഇനി 1/10. 1/10ൻ്റെ ഫ്രാക്ഷൻ നമുക്ക് സ്ഥിരം ആവശ്യം വരുന്നതാണ്. 1/10ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10%. അങ്ങനെ കിട്ടി 1/10 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഒരു 0 പോയി, ബാക്കി എന്താണ്? 10%. 10%. അപ്പോൾ 3/10 എന്ന് പറയുമ്പോൾ 1/10 10 ആണെന്ന് അറിയാം. അപ്പോൾ 3/10 എത്രയാണ്? 30 ആണെന്ന് അറിയാം. 7/10 എത്രയാണെന്ന് അറിയാം? 7 ഇൻറ്റു 10 ദാറ്റ് ഈസ് 70.
9/10 ആണെങ്കിൽ 9 into 10 that is 90%. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി 1/3 ഇതൊക്കെ ഏറ്റവും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രോബ്ലംസിൽ വരുന്ന വാല്യൂസ് ആണ് ഈ 1/3, 1/2, 1/4. അതുകൊണ്ടാണ് അതൊക്കെ ഫുള്ള് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കുന്നത്. സോ 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1/3 into 100 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 divided by 3. നോർമൽ ഡിവിഷൻ ഇങ്ങനെ ചെയ്താൽ മതി. എത്ര ടൈംസ്? 3 times 9, റിമൈൻഡർ 1. 0 ഇവിടെ ഇറങ്ങി. അപ്പോൾ എത്രയാണ്? വീണ്ടും 3 times 9, റിമൈൻഡർ 1. അപ്പോൾ ഇതെന്തായിട്ട് എഴുതാം? 33 1/3. ഓക്കെ, 33 1/3. അപ്പോൾ ഇവിടെ എത്ര വരും? 33 1/3%. ഓക്കെ, സോ 1/3 33 1/3% ആണെങ്കിൽ 2/3 എത്രയായിരിക്കും? 2 into 33 1/3. ഓക്കെ, അപ്പോൾ ചിലവർ ജസ്റ്റ് ഇങ്ങനെ വിചാരിക്കും, ഇപ്പം 1/3 33 1/3 ആണ്. അപ്പോൾ 2/3 into 2 ചെയ്യുമ്പോൾ, അതായത് ഈ 33 1/3ൻ്റെ കൂടെ നമ്മൾ into 2 ചെയ്യുകയാണ്. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും 66 1/3 അല്ലേ എന്ന്. 2 into 33 അത് മാത്രമേ ചെയ്യത്തുള്ളൂ, 66 1/3. പക്ഷേ അത് തെറ്റാണ്. ശരിക്കും എന്താണ്? 66 ഇവിടെ വരാണ്ടത് 2/3 ആണ്. ഓക്കെ, 66 2/3%. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാ, ഇപ്പം 2 into 33 1/3 ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നു 2 into 33 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും 33 + 1/3 ആണ്. ഓക്കെ, അപ്പോൾ ഒരു 2 into ആ 2ൻ്റെ ബ്രാക്കറ്റ്, 2ൻ്റെ എഫക്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുമ്പോൾ 2 ടേംസിനും കൊടുക്കണം അല്ലേ? കാരണം 2 into 33 ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, പ്ലസ് 2 into 1/3 ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറി? ഇത് 2 into 33 + 2 into 1/3. അപ്പോൾ എത്ര വരും? 66 + 2/3. 66 + 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 2/3. ഓക്കെ, സോ ഇറ്റ് ഈസ് 66 2/3. അപ്പോൾ ഇതിനു വേണ്ടിയാണ് തുടക്കത്തിൽ ആ മിക്സഡ് ഫ്രാക്ഷൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്. മിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇറ്റ് ഈസ് 66 2/3 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ 11 1/11 ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. 11 1/11 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 9 1/11% ആണ്. ഓക്കെ, 9 1/11%. അങ്ങനെയാണെങ്കിൽ 7/11 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ into 7 ചെയ്യാം. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കണേ. 1/11ൻ്റെ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 9 1/11. സോ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 9 into 7 63. സോ 63 7/11. കാരണം രണ്ട് പേർക്കും 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 9 into 7 ചെയ്യണം, 1 into 7 ചെയ്യണം. ഓക്കെ, സോ ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ, 63 7/11%. ഓക്കെ, നെക്സ്റ്റ് 1/18. 1/18 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5/9% ആണ്. ഓക്കെ, കാരണം 1/18 പഠിച്ചു വെക്കുക. 1/18 എന്ന് പറഞ്ഞാൽ 5/9% ആണ്. കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 1/18 into 100 ചെയ്താൽ മതി. ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ 13/8 ഈ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എത്രയായിരിക്കും? നമ്മൾ ചെയ്യേണ്ടത് 13/18 ആണ്. ഓക്കെ, അതിനർത്ഥം 13 into 1/18 എന്നാണ്. സോ ദാറ്റ് ഈസ് 13 into 1/18 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5/9%. അപ്പോൾ 13 വെച്ച് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 13 into 5. ഓക്കെ, 13 into 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 65 എന്ന് കിട്ടും. ഓക്കെ, സോ 65. ഇനി അടുത്ത 13 into 5 വീണ്ടും ചെയ്യണം. അതും എത്ര തന്നെ വരും? 65/9. ഓക്കെ, സോ 65/9 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ 65/9 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 65 എത്ര ടൈംസ് ആണ്? 7 times 63 വരും 2. അപ്പോൾ ഇത് 7 2/9 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 65 + 7 2/9. ഇനി 65 + 7 നമുക്ക് ചെയ്യാം. ഓക്കെ, കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലസ് ആണ്.
സോ 65 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 72. ഓക്കെ, സോ 72 2/9%. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു കൺവേർഷൻസ്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, പിന്നെ ആ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ മൾട്ടിപ്പിൾസിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. നേരത്തെ പറഞ്ഞല്ലോ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10%. അങ്ങനെയാണെങ്കിൽ 5/10 എന്ന് പറഞ്ഞാൽ എന്തായി? 5 × 10 ദാറ്റ് ഈസ് 50%. അപ്പോൾ ആ രീതിയിൽ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തിരിച്ച് നോക്കാം. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ. ഒരു പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ പറഞ്ഞു, ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, ഒരു ഫ്രാക്ഷനാണ് പെർസെൻറ്റേജ് എങ്കിൽ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ 205%. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 205% ആണ്. സോ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിപ്പം ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? ഇപ്പം 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 4 × 1 ഇതെത്ര വരും? 20. അപ്പോൾ എത്ര വരും? 41/20 ആയിരിക്കും ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോർമൽ രീതിയാണ്. ഇനി നമ്മൾ 205%. ഇതിനെ ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട്, ഇപ്പം നിങ്ങൾ വിചാരിക്കും 205 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഇതല്ലേ സിമ്പിളെന്ന് ചിലപ്പോൾ വിചാരിക്കാം. പക്ഷേ നമ്മൾ ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 205%നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു: 200% പ്ലസ് 5%. അല്ലേ? 205. ഇനി നമുക്കറിയാം 200% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ ഇറ്റ് ഇസ് 2. കാരണം എന്താണ്? 100%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1, 200%ൻ്റെ 2, 500%ൻ്റെ 5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. പ്ലസ് ഇനി 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/10 ആണ്. അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. അതായത് രണ്ടിനെയും ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ബൈ 2 ചെയ്യുമ്പോൾ 5%. ഈ 1/10നെയും നമ്മൾ ബൈ 2 ചെയ്യുക. ബൈ 2 ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ്, 10 ഡിനോമിനേറ്ററിലാണ് ഇൻറ്റു 2 വരാണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എത്രയായി? 1/20. അപ്പോൾ ഇത് എത്രയായി? 1/20 ആണ് 5% എന്ന് പറയുന്നത്. സോ 2 + 1/20, അതായത് 2 1/20. അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 × 20 എത്രയാണ്? 40. 40 + 1 എന്ന് പറഞ്ഞാൽ 41. സോ 41/20. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നില്ല. മീൻസ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് 205% എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 200% എന്ന് പറഞ്ഞാൽ 2 + 5% എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 10% എന്ന് പറഞ്ഞാൽ 1/10. മറ്റേ എത്ര വരും? 1/20 വരും, പകുതി വരും. അപ്പോൾ 2 + 1/20 അപ്പോൾ എത്ര വരും? 41/20. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇനി 225%. ഇപ്പോൾ 225% എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 200% പ്ലസ് 25%. 200%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എനിക്കറിയാം 2. 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/4. ഓക്കെ, അതൊക്കെ 25% എന്ന് പറഞ്ഞാൽ 1/4, 20% എന്ന് പറഞ്ഞാൽ 1/5. അതൊക്കെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസാണ്. അതൊക്കെ മീൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 + 1/4 എന്ന് പറഞ്ഞാൽ 4 × 2, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 2 8, 8 + 1 9. അപ്പോൾ എത്രയായി? 9/4. ഓക്കെ, ഇനി ഇതല്ല, നിങ്ങൾ 225%നെ ഫ്രാക്ഷണൽ ആക്കണമെങ്കിൽ ബൈ 100 ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ 25 വെച്ച് ഇത് രണ്ടും വെട്ടാം. 25 വെച്ച് വെട്ടുകയാണെങ്കിൽ ഇത് 4 ടൈംസും പോവും. ഇത് എത്ര വരും? 9 ടൈംസും വരും. 25, കാരണം 25 × 10 250. 1 കുറയ്ക്കുമ്പോൾ 225, 9 ടൈംസ്. ഓക്കെ, റെഡി? നെക്സ്റ്റ് 315%. 315%നെ നമുക്ക് എങ്ങനെ എഴുതാം? 300% പ്ലസ് 15% എന്ന് എഴുതാം. ആ 15%നെ നിങ്ങൾക്ക് ഒന്നുകിൽ 15% എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 10 + 5 എന്നേ ആക്കാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് എത്രയായി? 15%. അതിന് ഞാൻ എങ്ങനെ എഴുതുന്നു? 10% പ്ലസ് 5%. സോ 300%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 3 ആണ്. 10%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/10 ആണ്. ഓക്കെ,
5%-ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ അതിൻ്റെയും ബൈ 2 നേരത്തെ ചെയ്തതാണ്. അപ്പോൾ 1/20. ഓക്കെ, അപ്പോൾ ഇത് LCM എടുക്കുമ്പോഴത്തേക്കും LCM 20 ആണ്. ഓക്കെ, അപ്പോൾ LCM 20 ആക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ഇവിടെ 20 × 3. ഓക്കെ, 20 × 3 എത്ര? 60. സോ 60 പ്ലസ് ഇവിടെ എത്ര വരും? 2 × 1. അപ്പോൾ 2 പ്ലസ് 1. അപ്പോൾ എത്ര വരും? 63/20. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ. ഈ LCM എടുക്കുന്നതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. LCM എന്ന് പറയുന്നത് നമ്മൾ കോമൺ എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നാണ്. അതായത് 20 ആണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ 10-ൻ്റെയും 20-യുടെയും മൾട്ടിപ്പിൾ നോക്കുക. മീൻസ് അത് അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 20 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. അതായത് 1-ഉം 10-ഉം 20-യിലും എല്ലാത്തിലും മൾട്ടിപ്പിൾ ആവുന്നത് നോക്കുക. അപ്പോൾ എളുപ്പം കണ്ടുപിടിക്കുന്ന ഏറ്റവും ഹയ്യർ ആയിട്ടുള്ള വാല്യൂ നോക്കുക. ഹയ്യർ 20 ആണ്. ആ 20 ബാക്കിയുള്ളത് മൾട്ടിപ്പിൾ ആണോ അല്ലേ നോക്കുക. 10 × 2 ചെയ്താൽ 20 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിളിലോട്ട് പോവുക, × 3 ചെയ്ത് നോക്കുക. അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, എല്ലാവരുടെയും 20 ആക്കുക എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ × 2 ചെയ്യുകയാണെങ്കിൽ ഇവിടെ × 2. ഇവിടെ 1-ൻ്റെ 20 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? × 20 ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ × 20. ഇപ്പോൾ എല്ലാ ഡിനോമിനേറ്റേഴ്സും 20 ആയി. അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മൾ 20 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്തായി? 3 × 20 60. 1 × 2 2 പ്ലസ് 1. അങ്ങനെയാണ് LCM. ഓക്കെ, ഇത് നോർമൽ ആയിട്ടുള്ള അഡീഷൻ. ഓക്കെ, ഫ്രാക്ഷൻ അഡീഷനാണ്. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 684%. ഓക്കെ, 684% എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് 600% പ്ലസ് 84% എന്ന് പറയുമ്പോൾ കുറച്ച് പാടായിട്ട് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 784 എന്ന് പറഞ്ഞാൽ 684 എന്ന് പറഞ്ഞാൽ 700 മൈനസ് 16 അല്ലേ? 700 16 കുറച്ചാലാണ് 684 വരുന്നത്. 700%-ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 7 മൈനസ് 16%-ൻ്റെ നോക്കുക. നമുക്കറിയാം 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/25 ആണ്. അതായത് 1/25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 4%. അപ്പോൾ 16% എന്ന് പറഞ്ഞാൽ × 4 ചെയ്യുകയാണ്. 4 × 4 രണ്ട് സൈഡും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 16% എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/25 എന്ന് വരും. ഓക്കെ, രണ്ട് സൈഡും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു × 4. അപ്പോൾ ഇവിടെ എന്തായി? 16 ആയി. ഇവിടെ എന്തായി? 4/25 എന്നായി. അപ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ് ഈസ് 4/25. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 175 മൈനസ് 4. 25 × 7 175 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ എത്ര വരും? 171 മൈനസ് ഡിവൈഡഡ് ബൈ 25. ഓക്കെ, നെക്സ്റ്റ് 337 1/2%. ഓക്കെ, അപ്പോൾ 337 1/2% എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 300% പ്ലസ് 37 1/2%. 300%-ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ഇറ്റ് ഇസ് 3 പ്ലസ് 37 1/2%. 37 1/2%-ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 3/8 ആണ്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് എപ്പോഴും വരുന്ന വാല്യൂസാണ്. നമ്മുടെ ചാർട്ടിലുണ്ട് 37 1/2 എന്ന് പറഞ്ഞാൽ ഇതാണ്. 37.5 എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. 1/2 എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, സോ 3/8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 37.5% ആണ്. സോ ഇത് എത്ര വരും? 3/8 വരും. അപ്പോൾ 3 പ്ലസ് 3/8 അപ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 3 24. 24 പ്ലസ് 3 27. 27/8. 27 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് തന്നെയാണ്. കുറച്ച് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ്. അതായത് നമ്മളൊരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് × 100 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. 7/3 കൺവേർട്ട് 7/3 ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 7/3 × 100. ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 700 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ രീതിയിലല്ല. നമുക്ക് നോക്കാം. ഈ 7/3 എന്ന് പറയുന്നത് ഇതിന് ഞാൻ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുകയാണ്. ഓക്കെ, അതായത് 3 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ എത്രയാണ്? 2 × 6 1. അപ്പോൾ ഇത് എത്രയാണ്? 2 1/3.
ഓക്കെ 2 1/3 ആണ്. അതായത് 7/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് 2 1/3. അപ്പോൾ 2 1/3 എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ എഴുതിക്കൂടെ 2 + 1/3. ഇത് ഫ്രാക്ഷനാണ്, ഫ്രാക്ഷണൽ വാല്യൂ ആണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക. 2 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഇറ്റ് ഈസ് 200% ആണ് അല്ലേ? അപ്പോൾ ഇത് ഞാനിവിടെ 200%. ഓക്കെ പ്ലസ് 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂ, ഇതും സ്റ്റാൻഡേർഡ് ആണ്. 1/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 33 1/3% ആണ്. ഓക്കെ 33 1/3%. ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചു വെക്കുക. അതാണ് ഈ നമ്മൾ നേരത്തെ കാണിച്ച ഈ ചാർട്ടിലുള്ളത്. അതായത് നിങ്ങൾ 1/2 1/3 1/4 1/5 1/6 ആ ഓർഡറിലുണ്ട്. 1/7 1/8 1/9 1/10 1/11 ഉണ്ട്, 1/12 1/13 1/14. അപ്പോൾ ആ ഓർഡറിൽ പഠിച്ചു വെക്കുക. സോ 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി നമുക്കിവിടെ 200% + 33 1/3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 200 + 33 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇറ്റ് ഈസ് 233. സോ ഇറ്റ് ഈസ് 233 1/3%. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 7/3 നോർമൽ മെത്തേഡ് ആയിരുന്നെങ്കിൽ 7/3 × 100 ചെയ്യുക. അതായത് 700 / 3 ആണ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ? 700/3 ചെയ്താലും 233 1/3 തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ നെക്സ്റ്റ് 11/3. ഓക്കെ 11/3യും നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്കും 3 / 11 ചെയ്യുമ്പോൾ 3 × 9 2. അപ്പോൾ ഇത് എത്രയാണ്? 3 2/3 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ ദിസ് ഈസ് 3 2/3. അതായത് 3 + 2/3 ആണ്. 3 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 300%. ഓക്കെ ഇനി 2/3യുടെ നോക്കുക. 2/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 33 1/3%. അങ്ങനെയാണെങ്കിൽ 2/3 എത്രയായിരിക്കും? നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്തതാണ്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66 2/3%. ഓക്കെ അപ്പോൾ ഇവിടെ എത്ര വരും? 66 2/3%. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 300 + 66 366 2/3% എന്ന് കിട്ടും. ഓക്കെ അടുത്തത് കാൽക്കുലേറ്റ് x% ഓഫ് y. ഓക്കെ ഇവിടെ മനസ്സിലാക്കേണ്ടത് x% ഓഫ് y എന്ന് പറഞ്ഞാലും y% ഓഫ് x എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ഓക്കെ അതായത് ഇപ്പം നമ്മളിങ്ങനെ പറയുന്നു, ഇപ്പം 5% ഓഫ് 20 എന്ന് പറഞ്ഞാലും തിരിച്ച് പറയുന്നു 20% ഓഫ് 5 എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്? രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ്. ഓക്കെ കാരണം ഈ 5% ഓഫ് 20 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? 5%. ഓക്കെ പെർസെൻറ്റേജ് നമുക്ക് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഓക്കെ ഇൻറ്റു 20. ഇവിടെയോ ഈ 20% ഓഫ് 5 നമ്മൾ എഴുതുകയാണെങ്കിൽ 20% മാറ്റുകയാണെങ്കിൽ ബൈ 100. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5. ഇത് രണ്ടും സെയിം തന്നെയല്ലേ? 5 × 20/100. ഇവിടെ എന്ത് തന്നെയാണ്? 5 × 20/100. സോ രണ്ടും സെയിം ആണ്. ഓക്കെ നമുക്ക് തിരിച്ചെഴുതാം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. നമുക്കിതാ ഇപ്പം 30% ഓഫ് 420. ഓക്കെ 30% ഓഫ് 420 എന്ന് പറഞ്ഞാൽ 30%. ഓക്കെ 30% ഇറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 100. പെർസെൻറ്റേജ് മാറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 420. അപ്പോൾ ഇതെന്തായി? ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു 0 ഒരു 0യും പോയി, ഒരു 0യും ഒരു 0യും പോയി. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 126. ഓക്കെ ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നെങ്കിൽ ഫൈൻഡ് 420% ഓഫ് 30. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 420/100 വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. 30% ഓഫ് 420 എന്ന് പറയാം. ഓക്കെ ഇപ്പോൾ 30% നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂ ഡയറക്റ്റ് എഴുതാം. നമുക്കറിയാം 30%. ഇപ്പം ഞാൻ ഇത് മാറ്റുന്നു. ഓക്കെ 30%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എനിക്കറിയാം. എത്രയാണ്? ഇറ്റ് ഈസ് 3/10. കാരണം എന്താണ്? 10%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ 1/10. അങ്ങനെയാണെങ്കിൽ 30% എത്രയായിരിക്കും? ഇറ്റ് ഈസ് 3/10. അപ്പോൾ 3/10 ഇൻറ്റു 420.
തന്നെയാണ്, സെയിം തന്നെയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തിരിച്ച് വന്നാലും ഇപ്പോൾ 420% ഓഫ് 30 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ആ 420% ഓഫ് 30 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് 30% ഓഫ് 420. ഓക്കെ, 30% ഫ്രാക്ഷൻ വാല്യൂ അറിയാം, ഇറ്റ് ഈസ് 3/10. ഓക്കെ, 3/10 ഇൻറ്റു 420. അപ്പോൾ തിരിച്ച് എഴുതാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും കൂടെ ഇവിടെ എഴുതി വെക്കാം. ഇറ്റ് ഈസ് 126. ഇപ്പം നെക്സ്റ്റ് 40% ഓഫ് 385. 40% ഓഫ് 385 എന്ന് പറയുമ്പോൾ 40%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 10% എത്രയാണ്? 1/10. അപ്പോൾ 40% എത്രയാണ്? 4/10. 4/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/5 ആണ്. ഇറ്റ് ഈസ് 2/5. അപ്പോൾ ഇത് എത്രയാണ്? 2/5 ഇൻറ്റു 385. അപ്പോൾ ഇത് 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 7 ടൈംസ് 35 പിന്നെയും 7. സോ 77 ഇൻറ്റു 2. അപ്പോൾ എത്ര വരും? 154. 77 ഇൻറ്റു 2. അത് 77 ഇൻറ്റു 2 ചെയ്യണമെങ്കിൽ 70 ഇൻറ്റു 70ൻ്റെ ഡബിൾ നോക്കുക, 140. പിന്നെ ഒരു 7 ഉണ്ട്, 7ൻ്റെ ഡബിൾ 14. സോ 140 പ്ലസ് 14, ദാറ്റ് ഈസ് 154. ഓക്കെ, നെക്സ്റ്റ് 75% ഓഫ് 75% ഓഫ് 400. അപ്പോൾ 75%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമുക്കറിയാം എത്രയായിരിക്കും? ഇറ്റ് ഈസ് 3/4. നമുക്കറിയാം അല്ലേ, കാരണം 75% എന്ന് പറഞ്ഞാൽ മുക്കാലെന്നാണ് അർത്ഥം. 3/4. ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/4 ആണ്. ഈ 25ൻ്റെ കൂടെ ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 75 ആവുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റു 3, സോ 1 ഇൻറ്റു 3 3/4. ഓക്കെ, അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു അടുത്ത 75%, അതും 3/4 ഇൻറ്റു 400. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 100 വന്നു, വീണ്ടും 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 വന്നു. ഓക്കെ, അപ്പോൾ എത്രയായി? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 25. സോ 9 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 225. ഓക്കെ, ഇങ്ങനെ വരും. നെക്സ്റ്റ് അടുത്തത് പെർസെൻറ്റേജ് ഇൻറ്റു ഡെസിമൽസ്. ഓക്കെ, ഡെസിമൽസിൽ വരികയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞു, ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഡെസിമൽസും ഉള്ളത് പറഞ്ഞു. ഇപ്പം 1/2 അല്ല 1/3 നോക്കുക. 1/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.333 ആണ്. അതിൻ്റെ ജസ്റ്റ് നോർമൽ വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ 0.333 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും 33.3% അല്ലേ, 2 പ്ലേസ്. കാരണം ഇത് 3 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 പ്ലേസ് മാറ്റി എഴുതുമ്പോൾ 33.3 റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അത് ബേസ് ചെയ്തിട്ട് 1/9. ഓക്കെ, അപ്പോൾ 1/9ൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1111 ആണ്. ഓക്കെ, 0.111. അങ്ങനെയാണെങ്കിൽ 2/9ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ. ഓക്കെ, 2/9 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻറ്റു 2 ചെയ്താൽ മതി. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര വരും? 0.22 എക്സെട്ര. ഓക്കെ, 0.222. ഇനി അടുത്ത 4/9. 4/9 ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്താൽ മതി. ഇൻറ്റു 4 ചെയ്യുമ്പോൾ 0.44 എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത 7/9. 7/9 ആണെങ്കിൽ ഇൻറ്റു 7 ചെയ്യുക. അപ്പോൾ എത്ര വരും? 0.77 എക്സെട്ര. ഓക്കെ, 0.777 എന്ന് പോകും. റെഡി? നെക്സ്റ്റ് 1/9. ഓക്കെ, സെയിം തന്നെയാണ്. 1/9 0.11 ആണ്. ഇനി 11 1/9. ഇതൊരു വേറൊരു മിക്സഡ് ഫ്രാക്ഷൻ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു നമ്പർ കറക്റ്റ് 1/9 ഇൻറ്റു 2 അങ്ങനെ വെച്ചു. ഇനി അടുത്ത് 11 1/9 ആണെങ്കിൽ ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ശരിക്കും 11 1/9 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശരിക്കും 11 + 1/9 ആണ്. ഓക്കെ, 11 + 1/9. അപ്പോൾ ഈ 11 + 1/9 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.111 ആണ്. 0.11 എക്സെട്ര. അപ്പോൾ 11 + 0.11 എന്ന് പറഞ്ഞാൽ അതെന്തായി മാറും? ഇറ്റ് ഈസ് 11.11 എക്സെട്ര. ഓക്കെ,
11.111. ഇനി 44 4/9. 44 4/9 എന്ന് പറഞ്ഞാലും ശരിക്കും ഇതെന്താണ്? ഇത് 4 × 11 1/9 ആണ് അല്ലേ? കാരണം 4 × 11 ആണ് 44. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം 4/9. അതായത് ഒരു 4 ഇതൊന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ രണ്ടിനെയും പുറത്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തായി? 4 × 11 1/9. 11 1/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 11.11. ഇത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഓക്കെ, 11.11. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് 44.11. ഓക്കെ, അത് 111 റിക്കർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡിയ മനസ്സിലാക്കേണ്ടത് 1/9ൻ്റെത് 0.11 ആണെങ്കിൽ 111 ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ വെച്ച് ഓരോ വാല്യൂസ് വന്നാലും നമ്മൾ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ വന്നപ്പോൾ 11 1/9 വന്നപ്പോൾ 11 പ്ലസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ആ 1/9ൻ്റെത് ഇതിൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇത് നോർമൽ കാൽക്കുലേഷൻ, പെർസെൻറ്റേജിലോട്ട് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഡെസിമൽ ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മൾട്ടിപ്ലൈ ഒരു നമ്പറും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെ വരും, അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നോക്കാം. 1/3. 1/3 ഫ്രാക്ഷണൽ വാല്യൂ, അതിൻ്റെ ഡെസിമൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.3333 ആണ്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 2/3 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ എത്ര വരും? 0.666. 6 റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ 2 ഡിജിറ്റിലോട്ട് മാത്രം നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 0.67 എന്ന് എഴുതാം. ഓക്കെ, കാരണം 5 5 കൂടുതലോ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നമ്പറായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ 0.666 വന്നു. ഇനിയിപ്പം 33 1/3. ഓക്കെ, 33 അല്ല സോറി ഇത് നോക്കാം. 8 1/3. 8 1/3 ആകുമ്പോൾ ഇത് 8 + 1/3 ആണ്. ഓക്കെ, 8 + 1/3. അപ്പോൾ 1/3യുടെ നമുക്കറിയാം 0.33. അപ്പോൾ 8 + 0.33 എന്ന് പറഞ്ഞാൽ 8.3333. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 8.333 റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത് 33 1/3. 33 1/3 എന്ന് വരുമ്പോഴത്തേക്കും ഈ 1/3 എന്ന് പറഞ്ഞാൽ 0.33, അതിൻ്റെ കൂടെ 33 ആഡ് ചെയ്യുക. സോ എന്തായി? 33.33. ഇനി 16 2/3. 16 2/3 വരുമ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ 0.33, 2/3 എന്ന് പറഞ്ഞാൽ 0.666 ആണ്. അതാ ഇവിടെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ 16 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതെന്ത് വരും? 16.66. അത് റിക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ്, ഓക്കെ, പെർസെൻറ്റേജ് ഡെസിമൽ പെർസെൻറ്റേജ് എന്നിട്ട് അതിൻ്റെ നമ്മുടെ ഫ്രാക്ഷണൽ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് 488.89%. ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 488.89 നമുക്ക് ഇതിങ്ങനെ എഴുതിക്കൂടെ? 500 മൈനസ് 11.11 ഇതിൻ്റെ പെർസെൻറ്റേജ്. 500 എന്ന 11.11 മൈനസ് ചെയ്യുമ്പോഴാണ് 0.89 ഇത് വരുന്നത്, 488.89 വരുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 500. സോ 500%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5. ഇനി 11.11% എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു. കാരണം 0.11 എന്ന് പറഞ്ഞാൽ ഇത് 1/9 ആണ്. 1/9 ആണ് 0.11. അപ്പോൾ 11 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് 11 1/9 ആയിരിക്കും. 11 1/9 ആണ് 11.11. നേരത്തെ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 മൈനസ് 11 1/9. ഓക്കെ, 11 1/9%. കാരണം ഈ വാല്യൂ മാത്രമാണ്, ഇവിടെ പെർസെൻറ്റേജ് മാറിയിട്ടില്ല, ഫ്രാക്ഷനിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ഈ 11.11 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ മിക്സഡ് ഫ്രാക്ഷനാണ് 11 1/9. അതിൻ്റെ കൂടെ ആ പെർസെൻറ്റേജ് അവിടെ കിടപ്പുണ്ട്. ഇനി വേണം നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റേണ്ടത്. സോ 11 1/9% എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ലിസ്റ്റിലുള്ളതാണ്. ദാറ്റ് ഇസ് 5 മൈനസ് അത് 1/9 ആണ്. അത് ആ ടേബിളിലുണ്ട്. ഓക്കെ, 1/9 ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 11 1/9% ആണ്. ഓക്കെ,
റെഡി? അപ്പോൾ ഇത് എത്രയായി? 5 മൈനസ് 1/9 എന്ന് പറയുമ്പോൾ 45 മൈനസ് 1. 45 മൈനസ് 1 എന്ന് പറയുമ്പോൾ 44. സോ 44 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. റെഡി? ഒന്നുകൂടെ നോക്കാം. 566.66%. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 500% പ്ലസ് 66.66%. 500%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ 5 ആണ്. പ്ലസ് 66.66%, അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 66 2/3%. അതിൻ്റെ ഫ്രാക്ഷൻ 66.66 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തു. ഇവിടെ ഇത് നോക്കിയാൽ മതി. 33 1/3 എന്ന് പറഞ്ഞാൽ 33.33 ആണ്. അപ്പോൾ 66 2/3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇതെന്തായി? 66 2/3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? 66.666. ഓക്കെ, അപ്പോൾ ഇത് എത്രയായി മാറി? ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 2/3. ഓക്കെ, 2/3. കാരണം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 1/3 ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ്? ഇറ്റ് ഇസ് 33 1/3%. അങ്ങനെയാണെങ്കിൽ 2/3യുടേത് എത്രയായിരിക്കും? 66 2/3%. ഇതെപ്പോഴും ഇനി ചെയ്ത് നോക്കാൻ നിൽക്കണ്ട, കാരണം 1/3 2/3 ഇതൊക്കെ നമുക്ക് സ്ഥിരം ആവശ്യമുള്ള ആൾക്കാരാണ്. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3%, അല്ലെങ്കിൽ 33.333. 2/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 66 2/3, അല്ലെങ്കിൽ 66.6666%. ഓക്കെ, അപ്പോൾ 5 + 2/3 ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര വരും? 15 + 2 17/3. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡെസിമൽ പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂയിലോട്ട് ആക്കുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരെണ്ണം കൂടെ ചെയ്യാം. 683.33%. ഓക്കെ, 683.33% നിങ്ങൾക്ക് 600 + 83.33 എന്നാക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുന്നത് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 683.33 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതെന്താണ്? 683.33 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഓക്കെ, 683 1/3. ഇതിന് നമുക്ക് 700 മൈനസ് ഇതിൻ്റെ ഡിഫറൻസ് 700ൻ്റെ ബാക്കി നോക്കുകയാണെങ്കിൽ ഇത് നോക്കുക 683. അപ്പോൾ 683 ഇത് നോക്കുകയാണെങ്കിൽ 683 1/3 അതിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 684 എന്നൊരു നമ്പർ എടുക്കുക. ഓക്കെ, 684. 700 എന്ന് 684 ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 16. സോ ഇറ്റ് ഈസ് 16. ഇവിടെ 1/3 ആണ്. അപ്പോൾ 1ൽ നിന്ന് 1/3 മൈനസ് ചെയ്യുക. 1 - 1/3 അത് എത്രയാവും? 2/3. അപ്പോൾ എത്ര വരും? 16 2/3% എന്ന് വരും. കാരണം ഈ 683 1/3 എന്ന് പറയുന്നത് നമ്മൾ 700 നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മൈനസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ നോക്കുക. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 684 ആണ്. അപ്പോൾ 700 - 684 ചെയ്യുക. അത് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കി 1/3 എന്ന് പറയുന്നത് അതും ഒരു ടോട്ടൽ വാല്യൂ എന്നാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൽ നിന്ന് 1/3 കുറയ്ക്കുക. അപ്പോൾ 2/3. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 700 ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് നോക്കിയേ, 683 1/3 പ്ലസ് 16 2/3 എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിക്സഡ് ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞു 683 പ്ലസ് 1/3 പ്ലസ് 16 പ്ലസ് 2/3 ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ 683യും 16ഉം ആഡ് ചെയ്താൽ എത്ര വരും? 699 എന്ന് വരും. 699 പ്ലസ് ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക 1/3 പ്ലസ് 2/3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 1 + 2 3. അപ്പോൾ എത്രയാണ്? 3/3 ദാറ്റ് ഈസ് 1. അതായത് 1/3 പ്ലസ് 2/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ് ഈസ് +1. അപ്പോഴാണ് 700 വരുന്നത്. ഈ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ അതിനൊരു സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നതിന് പകരം ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ നോക്കുക, എന്നിട്ട് ഈ ഫ്രാക്ഷൻ ഇതെന്താണോ 1 മൈനസ് കൊടുക്കുക.
ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ എത്രയാണ് 700%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ 7 മൈനസ് 16 2/3. 16 2/3% എന്ന് പറഞ്ഞാൽ 1/6. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. 1/6ൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് 16 2/3. ഓക്കെ, എല്ലാ ചാർട്ടിലുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 - 1 എത്രയാണ് 41/6. ഓക്കെ, അടുത്തത് പെർസെൻറ്റേജ് ഡെസിമൽസിലെ തന്നെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻസ് ഒരു 2 ദിവസം കൂടെ ചെയ്യാം. 49.09% ഓഫ് 110. ഓക്കെ, 49.09%. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എത്രയായിട്ട് 40% പ്ലസ് 9.09%. ഓക്കെ, ഓഫാണ്. സോ ഇൻറ്റു 110. ഓക്കെ, 40% ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 4/10 ആണ്, അതായത് 2/5. ഇനി ഇത് ചെയ്യണ്ടല്ലോ. 10% എന്ന് പറഞ്ഞാൽ 1/10, 40% എന്ന് പറഞ്ഞാൽ 4/10. 4/10 എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2/5. ഓക്കെ, ഡയറക്റ്റ് എഴുതി. പ്ലസ് 9.09%. അപ്പോൾ ഇത് നമ്മൾ അറിയണം 1/11ൻ്റെയാണ്. ഓക്കെ, 1/11ൻ്റെ ഫ്രാക്ഷൻ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9 1/11% ആണ്. നമ്മുടെ ചാർട്ടിലുണ്ട് 1/11 9 1/11%. ഇനി ഈ 9 1/11 എന്ന് പറയുന്നതാണ് എന്താ 9.09. കാരണം 1/11 എന്ന് പറഞ്ഞാൽ 0.111 ആണ്. അപ്പോൾ 0.01. അപ്പോൾ 9 ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്തായി 9.09. ഓക്കെ, അപ്പോൾ ഇത് 9.09% ആണ്. അപ്പോൾ ഇതിൻ്റെ എത്ര വരും? ഇറ്റ് ഈസ് 1/11 ഇൻറ്റു 100 ഇൻറ്റു 2 പേർക്കുള്ളതാണ്. സോ ഇൻറ്റു 100 അല്ല 110. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ LCM എടുക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 11 22. സോ 22 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 55 ഇൻറ്റു 110. ഓക്കെ, കാരണം ഇത് ജസ്റ്റ് ഈ 11നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 22 പ്ലസ് 5 ഡിനോമിനേറ്റർ എന്തായി? കോമൺ ഡിനോമിനേറ്റർ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ. LCM 11 × 5 55. ഓക്കെ, ഇനി 55 ഇത് ക്യാൻസൽ ചെയ്യാം. 2 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ എത്ര? 22 പ്ലസ് 5 27. 27 × 2. 27 × 2 എന്ന് പറഞ്ഞാൽ 54. ഓക്കെ, അടുത്തത് 63.63% ഓഫ് 55.55% ഓഫ് 14.28% ഓഫ് 693. അപ്പോൾ ഇങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ വരികയാണെങ്കിൽ 63.63%. അതായത് നമുക്കറിയാം 1/11 നേരത്തെ പറഞ്ഞു. 1/11 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 9.09% ആണ്. ഓക്കെ, അപ്പോൾ 63 എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും? 9 × 7 അല്ലേ. അത് 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതായത് 7/11 എന്ന് പറഞ്ഞാലാണ് 7 വെച്ച് 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 63 വരും. 0.09 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0.9 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 63. സോ 63.63% എന്ന് പറഞ്ഞാൽ ഇറ്റ് 7/11. ഓക്കെ, അപ്പോൾ ഇതെന്തായി 7/11 ഇൻറ്റു ഇനി അടുത്ത് നെക്സ്റ്റ് 55.55%. ഓക്കെ, 55.55% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 5/9. അതായത് 1/9ൻ്റെ ആണ് 11.11%. ഓക്കെ, അതായത് ഇതൊക്കെ പഠിച്ചു വെക്കുക. 1/9ൻ്റെ ഇറ്റ് ഈസ് 11.11%. 1/11 എന്ന് പറഞ്ഞാൽ 9.09%. അപ്പോൾ ഇവിടെ എത്രയായി? 1/9 11.11 ആണ്. അങ്ങനെയാണെങ്കിൽ 5/9 എത്രയായിരിക്കും? ഇറ്റ് ഈസ് 55.55%. അപ്പോൾ ഇത് എത്ര വരും? 5/9 ഇൻറ്റു 14.28%. 14.28% എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഇത് 1/7 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് 1/7. കാരണം നമ്മുടെ ചാർട്ടിൽ 1/7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 14 2/7 ആണ്. 14 2/7% ആണ് നമ്മുടെ ചാർട്ടിലുണ്ട്. ഓക്കെ, 1/7 ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
14 2/7 ആണ്. അപ്പോൾ 2/7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 0.28 എന്ന് വരും, അതായത് 14.28. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, 14.28% എന്ന് പറഞ്ഞാൽ 1/7 ഇൻറ്റു 693. ലാസ്റ്റുള്ള ഈ 693 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? ഇത് ക്യാൻസലായി പോകും അല്ലേ. 9 × 7 63. ഓക്കെ, 63 × 11. ഓക്കെ, 63 × 11 എന്ന് പറഞ്ഞാൽ ഇറ്റ് 693. അതായത് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് സിമ്പിളാണ് 2 ഡിജിറ്റ് വെച്ചിട്ടാണെങ്കിൽ. അതായത് ഇത് 6 ആണ്, ഇത് 3 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 6 എഴുതുക, ഏറ്റവും ലാസ്റ്റ് 3 എഴുതുക. നടുക്കത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും. 6 + 3 9, 693. ഓക്കെ, ഏത് നമ്പർ 11 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിലും ഇതേപോലെയാണ്. ഇപ്പം 54 × 11 എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ 5 എഴുതുക, ഇവിടെ 4 എഴുതുക. നടുക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സം ആയിരിക്കും. 5 + 4 9. ഇനിയിപ്പോൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്കും 10-നെക്കാട്ടും 9-നെക്കാട്ടും കൂടുതൽ വരികയാണ്, 10, 11, 12 അങ്ങനെ വരികയാണെങ്കിൽ ഒരു പ്ലേസ് ഇപ്പുറത്തോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, 11ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ട്രിക്കാണ്. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 693 വരും. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പോവും. ഓക്കെ, ഡിനോമിനേറ്റർ അല്ല 693, മുകളിലത്തെ ന്യൂമറേറ്റർ 693 ക്യാൻസൽ ആവും. ബാക്കി 7 × 5 35. സോ 35 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1-ലുള്ളത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെർസെൻറ്റേജസിൻ്റെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഇൻഡെപ്തിലോട്ട് പോകും. ഓരോ ടൈപ്പ് വൈസ് ആയിട്ടായിരിക്കും പോകുന്നത്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതായിരിക്കുമല്ലോ ഒബ്വിയസ്ലി, പുതിയതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരിക. അതിനനുസരിച്ച് നല്ല നല്ല കാര്യങ്ങൾ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ. ബൈ.